ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്കുള്ളൊരു യാത്രയാണിത്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് മൈസൂരിൽ ചെന്ന് അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നേരെ മസനഗുഡി വഴി ഊട്ടി എത്തി ഊട്ടിയിൽ നിന്നും വയനാട് ചെന്ന് വയനാട്ടിൽ നിന്ന് കണ്ണൂരേക്കുള്ളൊരു യാത്ര. നമ്മൾ രാവിലെ ഒരു 6 മണിക്കാണ് യാത്ര പുറപ്പെട്ടത്. നമ്മൾ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ ആണ് ഇപ്പോൾ കാണുന്നത്. ആക്ച്വലി ഇന്നൊരു ഹോളിഡേ ആണ്. മെയ് 1 നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടോളിൽ നല്ല തിരക്കുണ്ട്. ടോളെല്ലാം ചെന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം ശ്രീരംഗപട്ടണം എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ഡൈവേർഷൻ എടുത്തു. കാരണം നമ്മൾ ആദ്യം പോകുന്നത് ശ്രീ വേണുഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ്. ശ്രീരംഗപട്ടണം നിന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ളൊരു വഴിയാണ് നമ്മളിപ്പം ഈ പറഞ്ഞ അമ്പലത്തിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ. സോ കൃത്യമായൊരു ഷെഡ്യൂളോ ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആക്ച്വലി പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകൾ എൻജോയ് ചെയ്തുകൊണ്ടാണ് ഈ യാത്ര പോകുന്നത്. ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഗോപ്രോ ആണ്. പിന്നെ അതേപോലെ iPhone 13 യൂസ് ചെയ്യുന്നുണ്ട്. സോ ചില ക്ലിപ്സുകൾ iPhone 13 നിന്നും ചില ക്ലിപ്സുകൾ ഗോപ്രോയിൽ നിന്നുമാണ് എടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഡ്രോൺ ഷോട്ടുകളും ഞാൻ DJIൻ്റെ മിനി 3 എന്ന് പറഞ്ഞ ഡ്രോൺ യൂസ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിക്കോണിൻ്റെ Z6 കയ്യിൽ കരുതിയിട്ടുണ്ട്. സോ നമ്മൾ ഏകദേശം ടെമ്പിൾ എത്താനായി. നമ്മൾ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. ഗേറ്റ് ക്ലോസ്ഡ് ആണ്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചത്ര ക്രൗഡ് ഇല്ല. ഈ ടെമ്പിളിൻ്റെ ചുറ്റും ആക്ച്വലി കംപ്ലീറ്റ്ലി റിസർവോയർ ആണ്. ആ റിസർവോയറിൻ്റെ സൈഡിലേക്ക് നമുക്കിങ്ങനെ ഇറങ്ങാനൊരു വഴിയുണ്ട്. അപ്പോൾ കുറേ പേര് അവിടെ ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും ഏകദേശം താഴേക്കൊന്ന് ഇറങ്ങി നടന്നു. സോ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വേനൽക്കാലത്തായതുകൊണ്ട് റിസർവോയറിൽ വെള്ളം കുറവാണ്. മഴക്കാലമൊക്കെ ആണെങ്കിൽ ഏകദേശം ടെമ്പിളിൻ്റെ ആ മതിലിനോട് ചേർന്ന് വരെ വെള്ളം ഉണ്ടാവും. ടെമ്പിളിൻ്റെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. എല്ലാ കാറുകളും പയ്യെ പയ്യെ അകത്തേക്ക് കയറാൻ തുടങ്ങി. നമ്മൾ അധികം നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഏകദേശം ടെമ്പിളിലേക്ക് കയറുന്ന ആ ഒരു സ്ഥലത്താണ് കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ആക്ച്വലി ഇവിടെ നിലം ഫുള്ള് പാറക്കല്ലുകൊണ്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. രാവിലെ ടൈമിലല്ല വന്നതെങ്കിൽ ഇപ്പം ഭയങ്കര ചൂടായിരിക്കും. ചിലപ്പോൾ അവിടെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇങ്ങോട്ട് വരുന്നവരെ രാവിലെ ടൈം ചൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്, അല്ലെങ്കിൽ ഈവനിങ് ടൈം. സോ ഇതൊരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് കൂടിയാണ്. അതുകൊണ്ട് ഈവനിങ് ടൈം കുറച്ചും കൂടെ ബെസ്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ആക്ച്വലി ക്യാമറ അലൗഡ് അല്ല. സോ ഞാൻ ഈ അമ്പലത്തിൻ്റെ കുറച്ച് ഡ്രോൺ ഷോട്ടുകൾ നിങ്ങളെ കാണിക്കാം. ആക്ച്വലി ഇത് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഈ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയൊരമ്പലമായിരുന്നു. അപ്പോൾ അതിൻ്റെ പഴയ ആ ഇമേജസുകളൊക്കെ വെച്ച് ഇവർ ആ അമ്പലം മുങ്ങിപ്പോയ അമ്പലത്തിൻ്റെ പാർട്സുകൾ തിരിച്ചെടുത്തുകൊണ്ട് വന്ന് അതിനെ ആ പഴയ രൂപത്തിലേക്ക് റിഫൈൻ ചെയ്ത് ആ സ്റ്റോണുകളും ആ കല്ലുകളൊക്കെ തന്നെ റിഫൈൻ ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൻ്റെ നടുക്കായിട്ട് കൃഷ്ണരൂപവും ഈ ചുറ്റും കാണുന്ന ഇടനാഴിയിലൂടെയെല്ലാം പല വ്യാസമുനിമാരും വിഷ്ണുവിൻ്റെ പല അവതാരങ്ങളും ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാരായിരിക്കണം കുറേ സ്ത്രീ രൂപങ്ങളുമാണ് ഇതിലുള്ളത്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാനിപ്പം GRS ഫാൻറ്റസി പാർക്കിലേക്കാണ് ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത്. പോകുന്ന വഴി നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ കയറി ഭക്ഷണം കഴിക്കാമെന്നൊരു പ്ലാനിലാണ് ഇപ്പം പോകുന്നത്. അങ്ങനെ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടു. നമ്മളിവിടെ കയറി ഭക്ഷണം കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണമായിരുന്നു. ഒരു ആവറേജ് ഫുഡാണ്. ഞാൻ പൂരിയും 5 ഗീ റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്തായിട്ട് ബാൽമുരി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. ആക്ച്വലി ഇതൊരു വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ഇതൊരു ചെറിയ ചെറ്റാമാണ്. പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ 2 സൈഡും കുറേ വയലുകളായിട്ടുള്ള കാഴ്ചകളാണുള്ളത്. സോ നമ്മളങ്ങനെ ഡാമിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരു ചെറിയ പാർക്കിംഗ് ഫീസ് ഉണ്ട്. നമ്മളിനി ഡാമിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാം. ആക്ച്വലി ഒരുപാട് പേര് ഡാമിൻ്റെ അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. വലിയ ആഴമില്ല, അധികം വെള്ളം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം.
ഇത് നമ്മൾ പോകുന്നതാണെങ്കിലും വേനൽക്കാലത്താണല്ലോ. ഇനി ഡാമിൻ്റെ കുറച്ച് ഡ്രോൺ ഷോട്ടുകൾ നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ GRS ഫാൻറ്റസി പാർക്കിലേക്കാണ് പോയത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. ഇവിടെ മെയിനായിട്ട് 3 ഏരിയാസാണ്. ഒന്ന് സ്നോ സിറ്റി, പിന്നെ ഒന്ന് അപ്സൈഡ് ഡൗൺ, പിന്നെ വാട്ടർ തീം പാർക്കാണ്. നമ്മൾ അപ്സൈഡ് ഡൗണിൻ്റെയും സ്നോ സിറ്റീൻ്റെയും ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ടിക്കറ്റ് നമുക്ക് പുറത്തുനിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു QR കോഡാണ്, അത് സ്കാൻ ചെയ്താൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ തീം പാർക്കിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ അപ്സൈഡ് ഡൗണിലേക്കാണ് പോകുന്നത്. ഇവിടെ ഷൂ ഒക്കെ താഴെ തന്നെ വെക്കണം. ഷൂ വയ്ക്കാനായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഷൂ റാക്ക് ഇവിടെ ഉണ്ട്. ആക്ച്വലി അപ്സൈഡ് ഡൗൺ എന്ന് പറയുന്ന ഒരു ഫോട്ടോ ബൂത്ത് പോലെയാണ്. അതായത് ഇതിൽ ഒരുപാട് റൂമുകളുണ്ട്. എല്ലാ റൂമിലും ഈ എലമെൻസുകളെല്ലാം തലകുത്തനെയായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പം പിന്നീട് അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്നതും ബാക്കി എല്ലാ എലമെൻസുകളും നോർമലായിട്ട് നിൽക്കുന്നതുമായിട്ടാണ് തോന്നുക. അപ്പോൾ ഓരോ ആൾക്കാരുടെയും കൂടെ നമ്മുടെ ഒരു ഗൈഡ് കൂടി വരുന്നതായിരിക്കും. ആ ഗൈഡ് നമ്മൾ നിർത്തി എല്ലാ റൂമുകളിലും വെച്ച് പോസ് ചെയ്യിപ്പിക്കും. ഇവിടെയുള്ള ഗൈഡുകളാണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുകളാണ്. അവർക്ക് എങ്ങനെ പോസ് ചെയ്യിപ്പിക്കണം, എങ്ങനെ ആംഗിൾ നിൽക്കണം എന്നൊക്കെയുള്ളത് തന്നെ ഭയങ്കര ഒരു ഐഡിയ ഉണ്ട് അവർക്ക്. സോ അവർ നമ്മൾ എല്ലാ റൂമിലെയും നിർത്തി അതേ രീതിയിൽ പല രീതിയിൽ ഫോട്ടോ എടുപ്പിക്കും. ഞാൻ എല്ലാ റൂമിലെയും എൻ്റെ വീഡിയോസ് ഇവിടെ കവർ ചെയ്യുന്നില്ല, അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്ത കുറേ ഫോട്ടോസുകൾ ഒന്ന് ജസ്റ്റ് കാണിക്കാം. അതുപോലെ ഗൈഡിൻ്റെ ചാർജുകളും കാര്യങ്ങളൊക്കെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്കതിന് എക്സ്ട്രാ ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അപ്സൈഡ് ഡൗൺ എന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോയത് സ്നോ പാർക്കിലേക്കാണ്. ഇവിടെ ആക്ച്വലി ഒരു കൗണ്ടർ ഉണ്ട്. ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് വേണ്ട ഗ്ലൗവ്, ജാക്കറ്റ്, പിന്നെ കാലിലിടുന്ന ഷൂ ഇതെല്ലാം മേടിക്കണം. അങ്ങനെ നമ്മൾ ഫുള്ള് ഡ്രസ്സപ്പ് ചെയ്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരോ ടേൺ വെച്ചിട്ടാണ് ആൾക്കാരെ കയറ്റുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഹിമാലയത്തിലൊക്കെ പോയൊരു ഫീലാണ്. അതായത് ഫുൾ നിലം മൊത്തം ഐസാണ്. അതൊരു ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു വിൻമില്ല് പോലത്തെ ഇതുണ്ട്. ആക്ച്വലി കുഞ്ഞുവിൻ്റെ ഡ്രസ്സ് കുറച്ച് വലുതാണ്, അവനുള്ള സൈസിനുള്ളതല്ലായിരുന്നു. ഒരുപാട് കുട്ടികൾ ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. അതായത് മേലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനൊക്കെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതുപോലെ പല പല ആക്ടിവിറ്റീസുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കൈയും മുഖത്തൊന്നും അങ്ങനെ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് കൂടുതലും കാലിലാണ് ആ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. നമ്മളങ്ങനെ കുറച്ച് നേരം തന്നെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. കാരണം കുഞ്ഞുനാണെങ്കിലും തണുപ്പ് ഭയങ്കരമായിട്ട് അടിക്കുമ്പോൾ അവനൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഈ പുറത്ത് ജാക്കറ്റൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഇനി നേരെ ഹോട്ടലിലേക്കാണ് ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആക്ച്വലി സൂവിലും കൂടെ പോയതിന് ശേഷം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനായിരുന്നു വിചാരിച്ചത്. പക്ഷേ സൂവിൻ്റെ ആ ഏരിയയിൽ എവിടെയും നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയില്ല. നമ്മളൊന്ന് റൗണ്ട് അടിച്ച് നോക്കി, പക്ഷേ എവിടെയും കിട്ടാത്തതുകൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോയി ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ട് സൂവിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി റിസപ്ഷനിൽ കീയും കാര്യങ്ങളെല്ലാം മേടിച്ച് നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹോട്ടലാണ്. വലിയ റൂമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ബാത്റൂമും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നീറ്റും ക്ലീനുമാണ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു ഓട്ടോയും ബുക്ക് ചെയ്തിട്ട് മൈസൂർ സൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോയിൽ പോകുമ്പോഴാണെങ്കിൽ തന്നെ ചുറ്റും ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. ഒരുപാട് പഴയ ബിൽഡിങ്ങുകളും പാലസ്, മോണുമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ സൂവിലേക്ക് പോകുന്നത്. കുഞ്ഞാണെങ്കിൽ ആക്ച്വലി ക്ഷീണിച്ച് ഉറങ്ങി. സൂ എത്തുമ്പോഴേക്കും എണീക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം സൂ എത്താനായി. നിങ്ങൾക്കിപ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ തോരം വണ്ടികളാണ് ഈ സൈഡിൽ കൂടെ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്.
അങ്ങനെ നമ്മൾ സൂവിൻ്റെ എൻട്രൻസ് എത്തി. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് സൂവിൻ്റെ ഉള്ളിൽ കയറി. കാരണം അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് എനിക്ക് ആ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പുതുമ നഷ്ടപ്പെടാത്തൊരു സൂ ആണ് മൈസൂർ സൂ എന്ന് പറയുന്നത്. അത് ഈ ഒരു ആംബിയൻസിൻ്റെയും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആനിമൽസിനെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, നമ്മൾ എത്ര വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ സൂ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും ഒരു ഫീൽ ഫ്രഷ് കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. നമ്മളങ്ങനെ ഓരോരോ ആനിമൽസിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പയ്യെ നടക്കുകയാണ്. കുഞ്ഞുമാണെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ ഉറങ്ങുകയാണ്. സോ ഇവിടെ സൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് ഏരിയ വെച്ചിട്ടാണ് ഇപ്പം ഫ്രണ്ട് കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനിമൽസിനെ നമുക്ക് ഭയങ്കരമായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് വന്ന സമയത്തൊക്കെ ഫ്രണ്ടിൽ നെറ്റായിരുന്നു, ഇപ്പോൾ ഫുള്ളി ഗ്ലാസ് ആക്കിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടെങ്കിൽ കൂടി നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഗ്ലാസ് ഏരിയ വരുന്നതുകൊണ്ട്. ഞാൻ ഓരോ ആനിമൽസിനെയും എടുത്തെടുത്ത് വീഡിയോ കാണിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഏകദേശം പകുതി എത്തിയപ്പോഴേക്കും കുഞ്ഞു എണീറ്റ് ഓരോ ആനിമൽസിനെ കാണുന്നുണ്ട്. കുഞ്ഞു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓരോ ആനിമൽസിനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവൻ വാ വാ എന്നൊക്കെ പറയുന്നുണ്ട് ആനിമൽസിൻ്റെ അടുത്ത്. അങ്ങനെ ഏകദേശം നമ്മൾ നടന്നൊരു വഴിക്കായി. നമ്മളതുകൊണ്ടൊരു ഓട്ടോ ബുക്ക് ചെയ്ത് തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഒരു അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ടായിരുന്നു, അത് പോകണം എന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഭയങ്കര ടയേർഡായതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. നേരെ ഹോട്ടലിലേക്ക് പോകാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ റൂമിലേക്ക് എത്തി റെസ്റ്റ് ചെയ്തതിന് ശേഷം രാത്രി പാലസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അഞ്ചു ആക്ച്വലി ഭയങ്കര ടയേർഡായതുകൊണ്ട് അഞ്ച് വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് നടന്നു വന്നത്. ആക്ച്വലി നമ്മുടെ പാലസിന് സ്റ്റേയിലേക്ക് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് എന്തായാലും നടക്കാൻ ഇറങ്ങിയതാണ്. ദൂരെ നിന്ന് തന്നെ നമുക്ക് പാലസ് ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. ഞാൻ ആദ്യമായിട്ടാണ് പാലസ് ലൈറ്റ് ചെയ്ത് കാണുന്നത്. സോ പാലസിലെ ലൈറ്റപ്പ് കണ്ടതിന് ശേഷം നേരെ ഗുരു സ്വീറ്റ്സിലേക്കാണ് ഞാൻ പോയത്. അതായത് മൈസൂരത്തെ ഏറ്റവും പഴയതും ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള മൈസൂർ പാക്ക് കിട്ടുന്നൊരു പ്ലേസാണ് ഗുരു സ്വീറ്റ്സ്. ആക്ച്വലി ഇത് മൈസൂർ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പോയി കഴിക്കാനും തപ്പിക്കണ്ടുപിടിക്കാനുള്ളൊരു മടി കൊണ്ട് സ്വിഗ്ഗിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. മൈസൂർ സ്പെഷ്യൽ മൈലാരി ദോശയാണ് ഓർഡർ ചെയ്തത്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മൾ കഴിച്ചിട്ടുള്ള നോർമൽ ദോശയിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. നല്ല സ്പോഞ്ചി ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു രസമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളിന്ന് ഉറങ്ങി നാളെ രാവിലെ എണീറ്റ് നേരെ മസനഗുഡി വഴി ഊട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഫീഡ്ബാക്സുകൾ കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.